നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. വിജയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ നാൾക്കുനാൾ ഓരോ വിവാദങ്ങളാണ് തൃഷ നേരിടുന്നത്. വിജയ്ക്കെതിരെ ഭാര്യ സംഗീത നൽകിയ വിവാഹമോചന ഹർജിയാണ് ഇതിന് കാരണം. വിജയും ഒരു നടിയുമായി അവിഹിത ബന്ധമുണ്ടെന്ന് സംഗീതയുടെ ഹർജിയിൽ പറഞ്ഞിരുന്നു. ഈ നടി തൃഷയാണെന്നായിരുന്നു അഭ്യൂഹങ്ങൾ. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തൃഷയുടെ സാന്നിധ്യവും സംഗീതയും മക്കളും വരാതിരുന്നതും വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കി. സിനിമയിലെ ആഡംബരങ്ങൾക്കിടയിലും തൃഷ തന്റെ വീട് ഒരുക്കിയിരിക്കുന്നത് തികച്ചും ലളിതവും മനോഹരവുമായ രീതിയിലാണ്. ചെന്നൈയിലുള്ള താരത്തിന്റെ ആഡംബര വീടിന് ഏകദേശം 10 കോടി രൂപയാണ് വിലമതിപ്പ്. പ്രകൃതിദത്തമായ നിറങ്ങളും ആകർഷകമായ അലങ്കാരങ്ങളും മനോഹരമായ പൂക്കളും ഒത്തുചേരുന്ന ഈ വീട് ഒരേ സമയം വളരെ സുഖപ്രദവും ആധുനികവുമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ലാളിത്യത്തിലാണ് യഥാർത്ഥ ആഡംബരമെന്ന് തെളിയിക്കുന്നതാണ് ഈ വീടിന്റെ ഓരോ കോണും. മണ്ണിന്റെ നിറങ്ങളോട് സാമ്യമുള്ള റസ്റ്റ് ഓറഞ്ച്, ബീജ് ബ്രൗൺ, ബ്യൂട്ടഡ് ഗോൾഡ് തുടങ്ങിയ നിറങ്ങളാണ് തൃഷ തന്റെ വീടിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇവിടത്തെ ബ്രൗൺ നിറത്തിലുള്ള കർട്ടനുകളോട് കൂടിയ ബ്രിക്ക് റെഡ് സോഫകൾ അധികം ആഡംബരം തോന്നിക്കാത്ത രീതിയിൽ മനോഹരമായി ക്രമീകരിച്ചിരിക്കുന്നു. വീടിനുള്ളിൽ കൂടുതൽ തെളിച്ചവും ഊഷ്മളതവും നൽകാനായി പല നിറത്തിലുള്ള യഥാർത്ഥ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. പൂക്കളെ വെറുമൊരു അലങ്കാര വസ്തുവായി കാണാതെ വീടിന്റെ ജീവനുള്ള ഒരു ഭാഗമായാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ ലിവിംഗ് റൂമിൽ സ്ഥാപിച്ചിരിക്കുന്ന വിവിധ പെയിന്റുകളും സവിശേഷമായ കലാരൂപങ്ങളും വീടിന് ഭംഗി കൂട്ടുന്നു. തൃഷയുടെ വസ്ത്രങ്ങളും ലക്ഷറി ബാഗുകളും സൂക്ഷിച്ചിരിക്കുന്ന വലിയൊരു വാക്ക് ഇൻ ക്ലോസറും ഈ വീടിന്റെ പ്രധാന പ്രത്യേകതയാണ്. തന്റെ വളർത്തുനായയായ ഇസിക്കൊപ്പമാണ് താരം ഇവിടെ താമസിക്കുന്നത്. മരത്തടികൾ പാകിയ തറയും ബീജ് കർട്ടനുകളുമുള്ള ഒരു മുറിയിൽ തൃഷയും ഇസിയും ഒന്നിച്ച് വ്യായാമം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ മുൻപ് താരം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നു. തന്റെ നായയുടെ ജന്മദിനം ആഘോഷിച്ച ചിത്രങ്ങളിൽ വീടിന്റെ പിന്നിലായി പച്ചപ്പു നിറഞ്ഞ മരങ്ങളും ചെറിയ ചെടികളും നിറഞ്ഞ വിശാലമായ ഒരു മുറ്റവും കാണാം. കണ്ണിന് കുളിർമയേകുന്ന തുറസായ ഘടനയും വൃത്തിയുള്ള ഉൾഭാഗവും വീടിനുള്ളിലെ വെളിച്ചവും തൃഷയുടെ ഈ വീടിനെ കൂടുതൽ സുഖപ്രദമാക്കുന്നു. 42 വയസ്സിലും ഒരു 25-കാരിയുടെ ലുക്കും ചുറുചുറുക്കുമാണ് നടി കാത്തു സൂക്ഷിക്കുന്നത്. ഈ യുവത്വത്തിന്റെ രഹസ്യം താരത്തിന്റെ കർശനമായ ഭക്ഷണക്രമവും ഫിറ്റ്നസ് ശീലവുമാണ്. ഇതിനെപ്പറ്റി തൃഷ തന്നെ പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഗ്രീൻ ടീയോ ഒരു ഗ്ലാസ് വെള്ളമോ കുടിച്ചാണ് താൻ ദിവസവും ആരംഭിക്കാറുള്ളതെന്നും ഈ അഭിമുഖങ്ങളിൽ തൃഷ വെളിപ്പെടുത്തിയിരുന്നു. ദിവസം മുഴുവനും കൃത്യമായ ഇടവേളകളിൽ വെള്ളമോ ഫ്രഷ് ജ്യൂസോ അടക്കമുള്ള പാനീയങ്ങളോ കുടിച്ച് ശരീരത്തിലെ ജലാംശം കാത്തുസൂക്ഷിക്കാനും തൃഷ ശ്രമിക്കാറുണ്ട്. ചായയും കാപ്പിയും പരമാവധി ഒഴിവാക്കുകയും ചെയ്യും. ഈ ശീലം തിരക്കിട്ട ഷൂട്ടിംഗ് ഷെഡ്യൂളുകൾക്ക് നടുവിലും ചർമ്മത്തെ ആരോഗ്യത്തോടെ സംരക്ഷിച്ച് തിളക്കം നൽകുമെന്ന് തൃഷ അഭിപ്രായപ്പെടുന്നുണ്ട്. പഴങ്ങളും പച്ചക്കറികളും പ്രോട്ടീനും കൂടുതലായി അടങ്ങിയ ഭക്ഷണക്രമം പിന്തുടരുന്ന തൃഷ ഇടയ്ക്കിടെ ഉപവാസവും ചെയ്യാറുണ്ട്. പഞ്ചസാരയും എണ്ണമയമുള്ള ഭക്ഷണങ്ങളും പൂർണ്ണമായും ഒഴിവാക്കി മിതവും ആരോഗ്യകരവുമായ സന്തുലിതവുമായ ഭക്ഷണക്രമമാണ് താരം പിന്തുടരുന്നത്. ഭക്ഷണത്തിന് പുറമെ വ്യായാമത്തിലും തൃഷ ശ്രദ്ധ പുലർത്താറുണ്ട്. യോഗ, ഫങ്ഷണൽ ഫിറ്റ്നസ് ട്രെയിനിങ്, കാർഡിയോ വർക്ക് ഔട്ടുകൾ എന്നിവയാണ് പ്രധാനമായും ചെയ്യാറുള്ളത്. അതേസമയം TVK പാർട്ടി അധികാരത്തിൽ വരികയും വിജയ് മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുകയും ചെയ്തതോടെ വലിയ പ്രതീക്ഷയിലാണ് തമിഴ്നാട് ജനത. മറ്റ് സംസ്ഥാനങ്ങളെല്ലാം ഉറ്റുനോക്കുന്നതും തമിഴ്നാട്ടിലേക്കും അവിടെ ഓരോ ദിവസവും നടക്കുന്ന പുതിയ സർക്കാരിന്റെ പ്രവർത്തനങ്ങളിലേക്കുമാണ്. വിജയ് മുഖ്യമന്ത്രിയായി അധികാരമേറ്റ ശേഷമുണ്ടായ ആദ്യ വിവാദം താരം തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന് പ്രവചിച്ച ജ്യോതിഷിയായ റിക്കി രാധൻ പണ്ഡിറ്റിനെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായി വിജയ് നിയമിച്ചു എന്നതായിരുന്നു. ഇത് ചർച്ചയായതോടെ 24 മണിക്കൂറിനുള്ളിൽ നിയമനം റദ്ദാക്കുകയും ചെയ്തു. മാത്രമല്ല, വിജയുടെ മതവിശ്വാസങ്ങളും ജനത്തിനിടയിൽ ചർച്ചയായി. തന്റെ വിശ്വാസ കാഴ്ചപ്പാടുകളെക്കുറിച്ച് മുൻപ് നടൻ തന്നെ പറഞ്ഞ വാക്കുകൾ വീണ്ടും ചർച്ചയാകുകയാണ്. താരത്തിന്റെ അമ്മ ഹിന്ദുവും അച്ഛൻ ക്രിസ്ത്യനുമാണ്. വിജയ് അച്ഛന്റെ മതമാണ് സ്വീകരിച്ചത്. എന്നിരുന്നാലും എല്ലാ മതങ്ങളെയും അവരുടെ വിശ്വാസങ്ങളെയും താരം ബഹുമാനിക്കാറുണ്ട്. എന്റെ അമ്മയും ഗായികയുമായ ശോഭ ഹിന്ദു മതവിശ്വാസിയും അച്ഛനും സംവിധായകനുമായ SA ചന്ദ്രശേഖർ ക്രിസ്ത്യൻ മതവിശ്വാസിയുമാണ്. അവർ പരസ്പരം പ്രണയിക്കുകയും വിവാഹം കഴിക്കുകയും ചെയ്തു. ഇവിടെ പോകരുത്, അവിടെ പോകരുത് എന്നൊന്നും പറഞ്ഞ് അവർ എനിക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല. എന്റെ മക്കളോടും ഞാൻ അതുപോലെയാണ് പെരുമാറുന്നതെന്നും വിജയ് പറഞ്ഞു. ബീസ്റ്റ് സിനിമയുടെ റിലീസ് അടുത്തപ്പോൾ സംവിധായകൻ നെൽസണിന് നൽകിയ അഭിമുഖത്തിലും തന്റെ ദൈവവിശ്വാസത്തെക്കുറിച്ച് വിജയ് സംസാരിച്ചിരുന്നു. വിജയെക്കുറിച്ച് ആരാധകർക്ക് അറിയാത്ത കാര്യങ്ങളും നെൽസൺ അന്ന് സംസാരിച്ചിരുന്നു. അന്ന് ഷൂട്ടിങ്ങിനിടയിൽ സാറിനെ 30 മിനിറ്റോളം കാണാതായി. തിരിച്ചെത്തിയപ്പോൾ പള്ളിയിൽ പോയെന്നാണ് ക്രൂവിനോട് പറഞ്ഞതെന്നാണ് നെൽസൺ പറഞ്ഞത്. ഞങ്ങൾ ചോദിച്ചപ്പോൾ പള്ളിയിൽ പോയെന്ന് വിജയ് സാർ പറഞ്ഞു. ഞങ്ങൾ ഞെട്ടിപ്പോയി. സത്യം പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കഴിയുമായിരുന്നില്ല. അടുത്ത ദിവസം ഞങ്ങൾ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് കൂടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഞാൻ പോയതെന്നാണ് അദ്ദേഹം മറുപടി നൽകിയത്. നിങ്ങൾ വിശ്വാസിയാണോ എന്ന് നെൽസൺ വിജയോട് ചോദിച്ചപ്പോൾ ഞാൻ വിശ്വാസിയാണ്. പള്ളിയിൽ പോകുന്നത് എനിക്ക് സമാധാനം നൽകുന്നു. പള്ളികളിൽ മാത്രമല്ല, ഞാൻ പിള്ളയാർപട്ടി വിനായക ക്ഷേത്രത്തിലും തിരുനല്ലാർ ക്ഷേത്രത്തിലും പോയിട്ടുണ്ട്.
അവയെല്ലാം എനിക്ക് ഒരേ ദിവ്യ അനുഭൂതി നൽകുന്നു. കത്തി ചിത്രീകരിക്കുന്ന സമയത്ത് ഞാൻ കടപ്പയിലെ പ്രസിദ്ധമായ അമീൻ പീർ ദർഗയും സന്ദർശിച്ചിരുന്നു. ഞാൻ ഏത് ആരാധനാലയത്തിൽ പോയാലും അത് പള്ളിയാകട്ടെ, ക്ഷേത്രമാകട്ടെ, ദർഗയാകട്ടെ, എല്ലായിടത്തും ഒരേ ദിവ്യ അനുഭൂതിയാണ് എനിക്ക് വിജയ് മറുപടി നൽകിയത്. ഇങ്ങനെയാണ് എന്നാണ് നെൽസൺ അന്ന് അഭിമുഖത്തിൽ പറഞ്ഞത്. വിദേശ രാജ്യങ്ങളിൽ ഷൂട്ടിനായി പോയാലും അവിടെയുള്ള പുരാതനമായ ചർച്ചുകളിൽ പോയി വിജയ് പ്രാർത്ഥിക്കാറുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തതിന്റെ പേരിൽ ക്രൂരമായി ട്രോൾ ചെയ്യപ്പെട്ടിരുന്നു താരം. വിജയ് തിരുച്ചിറപ്പള്ളിയിലെ പുതിയ വയർലെസ് റോഡിലുള്ള സെന്റ് ആന്റണീസ് പള്ളിയിൽ സന്ദർശനം നടത്തിയതും വൈറലായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദർശനം. പള്ളിയിലെത്തിയ അദ്ദേഹം പ്രാർത്ഥനയിൽ മുഴുകുകയും മുട്ടുകുത്തി നടന്ന് തന്റെ ഭക്തി പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലായിരുന്നു. താരം മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം നടന്റെ ആദ്യ കുർബാന സ്വീകരണത്തിന്റെ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായി. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള നേട്ടമാണ് വിജയും പാർട്ടിയും നേടിയെടുത്തത്. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.